സോ ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത സെഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാണ്. നമുക്ക് എന്നുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ദ മാനുഫാക്ചർ ഓഫ് എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഓഫ്. അപ്പം ഇത് സാധാരണ ഇപ്പോഴത്തെ PSC എക്സാം റിട്ടേൺ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ എക്സാംസിൽ കണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു ബേസിലാണ് നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ദ മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഓഫ്. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അലോയി ഓഫ് മാൻഗാനിൻ ആൻഡ് കോൺസ്റ്റാന്റ്, അതായിരിക്കും നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽസിന്റെ അലോയി ആയിരിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന്റെ മാനുഫാക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അലോയി ഓഫ് മാൻഗാനിൻ ആൻഡ് കോൺസ്റ്റാന്റ്. അപ്പോൾ ഈ മെറ്റീരിയൽസിന്റെ അലോയി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ഈ രണ്ട് മെറ്റീരിയൽസിന്റെയും പ്രോപ്പർട്ടി എന്തായിരിക്കും വരിക? Because these materials having the property of it is having high resistivity and low temperature coefficient of resistance അപ്പം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മെറ്റീരിയൽ ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ അത് നോക്കുക. അപ്പൊ മെറ്റീരിയൽസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതായിരിക്കും വരിക അലോയി ഓഫ് മാൻഗനീൻ ആൻഡ് കോൺസ്റ്റാന്റ് ആയിരിക്കും വരിക. അപ്പം ആ മെറ്റീരിയൽസിന്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് എന്താ? ദാറ്റ് മെറ്റീരിയൽസ് ഹാവിംഗ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. കാര്യം നമുക്കറിയാം റെസിസ്റ്റിവിറ്റി കൂടുമ്പോഴത്തേക്ക് എന്താ? R=ρL/A ആണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുന്നത് അല്ലേ? അപ്പൊ ആ ഒരു രീതി നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ when the temperature of a magnetic material it is raised above Curie point it becomes, അതെന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ക്യൂരി പോയിന്റ് എന്ന് പറഞ്ഞാൽ? ക്യൂരി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സി ബിലോ ക്യൂരി പോയിന്റ് അല്ലെങ്കിൽ ബിലോ ക്യൂരി ടെമ്പറേച്ചർ all the atoms are aligned in parallel and cause a ഇതായിരിക്കും ഡെഫിനറ്റ് അല്ലെങ്കിൽ കോസ് എ സ്ട്രോങ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ദാറ്റ് മീൻസ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ബിലോ ക്യൂരി ടെമ്പറേച്ചർ അല്ലെ, ബിലോ ക്യൂരി ടെമ്പറേച്ചർ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ എലമെന്റ്സിലുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയലിലുള്ള എല്ലാ മാഗ്നറ്റും എന്തായിരിക്കും, എല്ലാ ആറ്റംസ് എന്തായിരിക്കും ദാറ്റ് ആർ അലൈൻഡ് ഇൻ പാരലൽ അല്ലെ, ഇൻ പാരലൽ ആൻഡ് കോസ് ആൻഡ് ഡെവലപ്സ് എ ഡെഫിനറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ അതിന്റെ ആ മെറ്റീരിയൽസിന്റെ ആറ്റംസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ആവുന്നുണ്ട്. അത് പൊസസ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റ് ഇതായിരിക്കും, അതൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ആ മെറ്റീരിയൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എക്സാക്ട്ലി എ സ്ട്രോങ് മാഗ്നറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും ദാറ്റ് മെറ്റീരിയൽസ് കാൾഡ് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ക്യൂരി ടെമ്പറേച്ചറിന് എബോവ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് റേസ്ഡ് എബോവ് ദ ക്യൂരി ടെമ്പറേച്ചർ ഇറ്റ് ബിക്കംസ് എന്തായിരിക്കും വരിക? ആ ആറ്റത്തിന്, അതായത് പാരലായിട്ട് അറേഞ്ച് വെച്ചിരിക്കുന്ന ആറ്റത്തിന്റെ എന്തായിരിക്കും അറേഞ്ച്മെന്റ് ഡിസ്റ്റർബ് ആവുകയും അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും മെറ്റീരിയൽസിന് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് സംഭവിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ദ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് ട്രാൻസിസ്റ്റഡ് ടു ഇതായിരിക്കും വരിക പാരാമാഗ്നറ്റിക് നമുക്ക് പറയാൻ പറ്റും. സോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. സോ ബിലോ ക്യൂരി ടെമ്പറേച്ചർ ഇങ്ങനെ ആയിരിക്കും ഓൾ ദ ആറ്റംസ് അല്ലെ, ബിലോ ദ ക്യൂരി ടെമ്പറേച്ചർ ഓൾ ദ ആറ്റംസ് ആർ അലൈൻഡ് ഇൻ പാരലൽ in a material and it possess a definite magnetic moment. അപ്പോൾ എല്ലാ ആ മെറ്റീരിയൽസ് ഉള്ള എല്ലാ ആറ്റവും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് ഇതായിരിക്കും. അതിന്റെ പ്രോസസ് ഡെഫിനറ്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് മൊമെന്റ് പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം മാഗ്നറ്റിസം പ്രോപ്പർട്ടി റിവീൽ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മെറ്റീരിയൽ ഇസ് ഡെഫിനറ്റ്ലി എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് ബിലോ ക്യൂരി ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ആ മെറ്റീരിയലിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഞാൻ ഈ ടെമ്പറേച്ചർ കൂട്ടുകയാണ്, ദാറ്റ് മീൻസ് എബോവ് ക്യൂരി ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇസ് എബോവ് ദ ക്യൂരി പോയിന്റ്. എന്തായിരിക്കും സംഭവിക്കുക? ഈ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ആറ്റംസിന്റെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആറ്റംസിന്റെ എന്തായിരിക്കും, ആറ്റംസിന്റെ അറേഞ്ച്മെന്റിന് എന്തായിരിക്കും ഡിസ്റ്റർബൻസ് സംഭവിക്കുകയും ആൻഡ് there is a transition occurs അല്ലെ. ആ ട്രാൻസിഷൻ occurs ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസിഷൻ ദ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റീരിയൽ occurs and as a result the materials become paramagnet. It is paramagnet നമുക്ക് പറയാൻ പറ്റും. സോ at above curie temperature എന്തായിരിക്കും വരിക? Transition occurs and as a result
the material will be paramagnetic material. നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. സോ ഈ പോയിന്റ്സ് ഒക്കെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ പോയിന്റ്സ് ഒക്കെ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ്. അപ്പൊ നമുക്കറിയാം സോഫ്റ്റ് അയൺ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഹിസ്റ്ററിസ് ഗ്രൂപ്പ് ചെറുതായിട്ടുള്ള മെറ്റീരിയൽസിനായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു ബി എച്ച് കർവ് വരച്ചു കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ആണ്, ബി എന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ ഹിസ്റ്ററിസ് ഗ്രൂപ്പ് ചെറുതായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ ആയിരിക്കും നമ്മൾ സോ ഇതായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് മെറ്റീരിയൽ ഷുഡ് ഹാവ് ലോ റിട്ടൻഡിവിറ്റി ആയിരിക്കണം ആൻഡ് ആൾസോ ലോ കോയേഴ്സിവിറ്റി. സോ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. ഓപ്ഷൻ ഡി പറയുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയുന്നു, it is having high saturation magnetization, then low retentivity and low coercivity. So option 22D ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പം പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, പെർമനന്റ് മാഗ്നറ്റ് മെറ്റീരിയൽ ദാറ്റ് ഷുഡ് പോസസ് ഇതായിരിക്കും ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ കോയേഴ്സിവിറ്റി ആൻഡ് ഹൈ റിട്ടൻഡിവിറ്റി. അതായത് നോക്കി ഇവിടുത്തെ റെസിഡ്യുവൽ ഫ്ലക്സ് അല്ലെങ്കിൽ ഇവിടുത്തെ റിട്ടൻഡിവിറ്റി അല്ലെങ്കിൽ the ability to store regain the magnetizing force even if the ability to regain the magnetism if you are removing the magnetizing force. അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ അതിന് റിട്ടൻഡിവിറ്റി അല്ലെങ്കിൽ റെസിഡ്യുവൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും വരിക, ഒരു ബി എച്ച് കർവ് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും വരിക, ഇത് ബി എക്സ് ആക്സിൽ നമ്മൾ എച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് നമുക്ക് എന്തായിരിക്കും വരിക, നമുക്കറിയാം ബി പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, ദാറ്റ് ഇസ് ബി കൂടുന്ന അല്ലെങ്കിൽ എച്ച് കൂടുന്ന അനുസരിച്ചിട്ട് എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ആണ്, മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കൂടുന്ന അനുസരിച്ചിട്ട് എന്തായിരിക്കും വരിക, ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, ഫ്ലക്സ് ഡെൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ വിചാരിക്കും എച്ച് കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, തിരിച്ച് ബി സീറോ ആവുമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് എടുക്കുന്ന പാത്ത് എങ്ങനെ ആയിരിക്കും വരിക, എച്ച് കുറയുമ്പോഴത്തേക്ക് ഇത് എടുക്കുന്ന പാത്ത് ഒരു സെപ്പറേറ്റ് ആണ്, ഒരു ഡിഫറെന്റ് പാത്ത് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഇവൻ എച്ച് സീറോ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് സീറോ ആണ്, പക്ഷേ ദർ ഇസ് എ മാഗ്നറ്റിസ് അല്ലെങ്കിൽ ദർ ഇസ് എ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ മെറ്റീരിയൽ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡ്യുവൽ ഫ്ലക്സ് എന്ന് പറയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി നമ്മൾ എന്ത് പറയുന്നുണ്ട്, റിട്ടൻഡിവിറ്റി എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ എപ്പോഴായിരിക്കും നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സ് സീറോ ആവുന്നത്, നമ്മളുടെ എച്ച് നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ അല്ലെ, എച്ച് നമ്മൾ വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു വാല്യൂ എത്തുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ അവിടെ ഉള്ളത് മാഗ്നറ്റിസം സീറോ ആവുന്നത് അല്ലെ. പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ലൂപ്പിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഇതാണ് നമ്മൾ ഹിസ്റ്ററിസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയേഴ്സിവിറ്റി ഇതിന് റിട്ടൻഡിവിറ്റി അല്ലെ, ഹൈ കോയേഴ്സിവിറ്റി ആൻഡ് ഹൈ റിട്ടൻഡിവിറ്റി മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്. കാര്യം പെർമനന്റ് മാഗ്നറ്റ് എന്ത് വേണം, magnetism need to be retained അല്ലെങ്കിൽ magnetism need to be a permanent source ആയിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, the permanent magnet material should have to possess high coercivity and high retentivity. പക്ഷേ സോഫ്റ്റ് അയൺ മെറ്റീരിയൽസ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, that should have low coercivity and low retentivity. സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എ ഫെറോമാഗ്നറ്റ് വിൽ. അപ്പം എപ്പോഴും ഓർത്ത് വയ്ക്കുക, സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ദാറ്റ് മീൻസ് സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ സസെപ്റ്റബിലിറ്റി ഓഫ് ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വിൽ ഡിക്രീസ് എന്ന് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് എന്തായിരിക്കും സസെപ്റ്റബിലിറ്റി എന്നുള്ള കാര്യം നോക്കാം. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഡെഫിനിഷൻ എന്തായിരിക്കും വരിക, it is defined as the degree to which a material can be magnetized in a electric magnetic field അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും susceptibility it is defined as the susceptibility psi which represent ചെയ്തു, it is defined as the degree to which a material can be magnetized, can be magnetized in a external magnetic field. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രമാത്രം ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവും, അതിനാണ് ആ മെറ്റീരിയലിന്റെ സസെപ്റ്റബിലിറ്റി നമ്മൾ പറയുന്നത്. അപ്പം സസെപ്റ്റബിലിറ്റിയുടെ ഡെഫിനിഷൻ ഫോർമുല പറയുമ്പോഴത്തേക്ക് സസെപ്റ്റബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് I is equal to എന്തായിരിക്കും, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ്.
അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്. സെയിം ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്ക് സസെപ്റ്റബിലിറ്റി യൂണിറ്റ് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. സോ ഓർത്ത് വയ്ക്കുക, സസെപ്റ്റബിലിറ്റി ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ്. അത് രണ്ടും കാര്യം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ്. therefore it is a യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി എന്ന്, സസെപ്റ്റബിലിറ്റി ഈസ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ സസെപ്റ്റബിലിറ്റി വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഏതാണെങ്കിൽ സസെപ്റ്റബിലിറ്റി വാല്യൂ ഇസ് പോസിറ്റീവ് ഫോർ പാരാമാഗ്നറ്റ് ആണെങ്കിൽ. For a paramagnetic materials, the value of susceptibility is positive for paramagnetic material. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സസെപ്റ്റബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ എ എന്തായിരിക്കും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ലൈക്ക് ആരൊക്കെ ആയിരിക്കും വരിക? അലൂമിനിയം അല്ലെ, സോഡിയം, അതൊക്കെ ആയിരിക്കും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് പറയുന്നത്. അടുത്തതായിരിക്കും ദ വാല്യൂ ഓഫ് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ് ഫോർ ഏതായിരിക്കും വരിക? ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക് നമുക്ക് പറയാം. ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക്. എക്സാമ്പിൾ ആരൊക്കെ ആയിരിക്കും വരിക? കോപ്പർ, ബിസ്മത്ത് എക്സെട്ര. കോപ്പർ, ബിസ്മത്ത് എക്സെട്ര. അപ്പം എന്തായിരിക്കും സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഡിഗ്രി ടു വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിനാണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എത്രമാത്രം ഒരു മെറ്റീരിയൽസിന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന കഴിവ്, അതിനാണ് നമ്മൾ അതിന്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സസെപ്റ്റബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക് എന്താ? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ഡിവൈഡ് ബൈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മൾ സൈ എന്ന് പറയുന്നത്. സൈയുടെ വാല്യൂ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവുന്ന എപ്പോഴായിരിക്കും വരിക? സൈ ഈസ് പോസിറ്റീവ് ഫോർ പാരാമാഗ്നറ്റിക് ആൻഡ് സൈ ഈസ് നെഗറ്റീവ് ഫോർ എന്തായിരിക്കും വരിക? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. പോസിറ്റീവ് മെറ്റീരിയൽസ് ആയിരിക്കും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയ അലൂമിനിയം, സോഡിയം. സൈ സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയ കോപ്പർ, ബിസ്മത്ത് ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി എക്സാമ്പിൾസ് ആണ്. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. നമുക്കിതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ സസെപ്റ്റബിലിറ്റി വിൽ റെഡ്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 26th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. The relative dielectric constant, the relative dielectric constant of a solid dielectrics in the alternating field. എന്തായിരിക്കും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? നമുക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പറയുമ്പോഴത്തേക്ക് എന്താ? കെ ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കെ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അല്ലെ, ഇലക്ട്രിക് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഇലക്ട്രിക് പെർമിയബിലിറ്റി of material to electric permeability of എന്തായിരിക്കും? ഫ്രീ സ്പേസ്. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോർ വാക്വം ആണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഫോർ വാക്വം കെ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഫോർ വാക്വം കെ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും വരിക. അതെന്തായിരിക്കും വരിക? ഫോർ ഇൻസുലേറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫോർ ഇൻസുലേറ്റേഴ്സ് ദ വാല്യൂ ഓഫ് കെ is greater than or equal to 1. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ദ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് സോളിഡ് മെറ്റീരിയൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആൾട്ടർനേറ്റീവ് ഫീൽഡിൽ നേച്ചർ എങ്ങനെ ആയിരിക്കും വരിക? അത് പഠിച്ചു വെക്കുക. ഇതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഇതായിരിക്കും the relative dielectric constant of a solid dielectric the alternating field is maximum at power frequency and 0 at ഇതായിരിക്കും and unity at ultraviolet rays എന്ന് പറയും. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. The relative dielectric constant of a solid dielectric in the alternating field is maximum at power frequency maximum ആയിരിക്കും and unity at എന്തായിരിക്കും? ultraviolet frequency മോഡിൽ എന്തായിരിക്കും? അതിന്റെ യൂണിറ്റി ആയിരിക്കും അതിന്റെ വാല്യൂസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക. 26A ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 27th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ the width of the energy bands depends on which of the following that means 27th question നോക്കി കഴിഞ്ഞാൽ the width of the energy band നമുക്കറിയാം. നമുക്ക് രണ്ട് തരത്തിലുള്ള ബാൻഡ്സ് ഉണ്ട്. ആയിരിക്കും വരിക? കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, പിന്നെ അതായിരിക്കും വരിക വാലൻസ് ബാൻഡ് ഉണ്ട് അല്ലെ. സോ ഇത് വാലൻസ് ബാൻഡ് ആണ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പം ഇതിനെ നമ്മൾ ഇതിന്റെ എക്സാക്ട് നമ്മൾ എന്തായിരിക്കും? ഇതാണ് ഇതിന്റെ എനർജി എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മൾ എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം width of the energy band, ഈ എനർജി ബാൻഡ് width it depends upon the option A ആയിരിക്കും ടെമ്പറേച്ചർ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. that means the width of the energy band depends upon the temperature. ഓക്കെ, അടുത്തത്
ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് 28th ക്വസ്റ്റ്യൻ ചോദിച്ചു പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, കണ്ടക്ഷൻ ഈസ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഹോൾസ്, കറക്റ്റ് ആണ് അല്ലെ? കണ്ടക്ഷൻ ഈസ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഹോൾസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാര്യം പി ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്കറിയാം, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്, അവർ പറയുന്നത് കറക്റ്റ് ആണ്. ഹിയർ ഹോൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് മെജോറിറ്റി കാരിയേഴ്സ്, അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അടുത്ത് നോക്കി ഓപ്ഷൻ ഡി നോക്കിയാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ആൻ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ടു ജെർമേനിയം. അല്ലെ, ജെർമേനിയം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്, അതിനകത്ത് കൊടുക്കുന്ന ഇമ്പ്യൂരിറ്റി അക്സെപ്റ്റർ ആണ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? അവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ കൊടുക്കുന്ന അവിടെ എന്തായിരിക്കും വരിക? അവിടുത്തെ ഡോപ്പിംഗ് മെറ്റീരിയൽ ആയിരിക്കും, അത് ഡോണേഴ്സ് ആയിരിക്കും അല്ലെ. പി ടൈപ്പ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അക്സെപ്റ്റർ ആയിരിക്കും വരിക. നമ്മൾ ഓപ്ഷൻ സി നമ്മൾ കുറച്ച് കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇത് ഓപ്ഷൻ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷെ എന്താണ് ഓപ്ഷൻ സി എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ എനർജി ബാൻഡിലേക്ക് വരികയാണ്. സോ നമ്മൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എനർജി ബാൻഡ് ഇറ്റ് ഈസ് എ കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. എന്തായിരിക്കും വരിക? ഇത് അതിന്റെ വാലൻസ് ബാൻഡ് ആണ്. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള തിരിച്ചു വരും. ഇറ്റ് ഈസ് ദിസ് ഈസ് വാലൻസ് ബാൻഡ് അല്ലെ, വാലൻസ് ബാൻഡ്, ഇറ്റ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്. കാര്യം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ള ബാൻഡിനെ അല്ലെങ്കിൽ ഒക്കുപൈ ചെയ്ത ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എപ്പോഴാണോ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോഴാണ് കണ്ടക്ഷൻ സാധ്യമാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സെമി കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഈ സെമി കണ്ടക്ടറിന്റെ എനർജി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെ, ഈ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് തമ്മിലുള്ള ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ആ എനർജി ഗ്യാപ്പിന്റെ വില എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു സെമി കണ്ടക്ടറിനെ ഞാൻ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെന്റാവാലന്റ് ടൈപ്പ് സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് ഞാൻ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ടാണ് ഞാൻ ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ, when I am going to dope this semiconductor with a pentavalent impurity, അല്ലെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഡോണർ ഇമ്പ്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇതിനെ ഞാൻ വെച്ച് ഡോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് പറയുമ്പോഴത്തേക്കും എൻ ടൈപ്പ്, അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും വരിക? റിസൾട്ട് എന്തായിരിക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ആരായിരിക്കും അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആൾ ആരായിരിക്കും? അവിടുത്തെ കൂടുതലായിട്ടുള്ള ആൾ ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും അവിടുത്തെ കൂടുതലായിട്ട് വരുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പം ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇതുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവിടെ ഒരു എനർജി ലെവൽ ഉണ്ട്. ദ ഹയസ്റ്റ് എനർജി ലെവൽ ദാറ്റ് ആൻ ഇലക്ട്രോൺ ക്യാൻ ഒക്കുപ്പൈ, അതിനാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഫെർമി ലെവൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്തായിരിക്കും? ഫെർമി ലെവൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹയസ്റ്റ് എനർജി ദാറ്റ് ആൻ ഇലക്ട്രോൺ ക്യാൻ ഒക്യുപ്പൈ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺ ക്യാൻ ഒക്കുപ്പൈ. അതിനാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ടാണ് ഞാൻ ഡോപ്പ് ചെയ്യുന്നത്. ഞാൻ എനിക്കൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ആ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഈ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദാറ്റ് മീൻസ് ആ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഈ കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും ഉണ്ടാവുക അല്ലെ. കാര്യം കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിച്ചേർന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരെ കണ്ടക്ഷനെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ദ ഫെർമി ലെവൽ, ദാറ്റ് മീൻസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ ഇറ്റ് ലൈസ് ക്ലോസ് ടു ഏതായിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും വരിക. ദാറ്റ് മീൻസ് ഇതായിരിക്കും നമ്മളെ ഹൈ എനർജി ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഫെർമി ലെവൽ, EF ഞാൻ വരയ്ക്കുകയാണ്. ദിസ് ഫെർമി ലെവൽ ഇറ്റ് ഈസ് ലൈങ് വെരി ക്ലോസ് ടു ദ എന്തായിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർത്ത് വെക്കുക. എന്തായിരിക്കും വരിക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ദ ഫെർമി ലെവൽ ലൈസ് ക്ലോസ് ടു ഏതായിരിക്കും? കാര്യം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ച് ഡോപ്പ് ചെയ്യുമ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ആ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് സ്ഥിതി ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ്. അപ്പം ആ കണ്ടക്ഷൻ ബാൻഡിന് സമീപത്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഫെർമി ലെവൽ കിട്ടുന്നത്. ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എനർജി ദാറ്റ് ആൻ ഇലക്ട്രോൺ ക്യാൻ ഒക്കുപ്പൈ. അതിനാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദ ഫെർമി ലെവൽ ലൈസ് ക്ലോസ് ടു എവിടെ ആയിരിക്കും? കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും വരിക, കണ്ടക്ഷൻ ബാൻഡ്. പക്ഷേ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകുമ്പോൾ ദ ഫെർമി ലെവൽ ലൈസ് ക്ലോസ് ടു എവിടെ ആയിരിക്കും? വാലൻസ് ബാൻഡ് ആയിരിക്കും വരിക.
അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ പ്രകാരം എന്തായിരിക്കണം, ഫെർമി ലെവൽ ലൈസ് ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെന്തായിരിക്കും, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ചോദ്യപ്രകാരം എന്തായിരിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ എ പി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓർത്ത് വയ്ക്കുക, ഫെർമി ലെവൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ഫെർമി ലെവൽ ദാറ്റ് ലൈസ് ക്ലോസ് ടു എവിടെയായിരിക്കും, ബാലൻസ് ബാൻഡ് അടുത്തായിരിക്കും ക്ലോസ് ഫെർമി ലെവൽ ഉണ്ടാകുന്നത്. കാര്യം എന്തായിരിക്കും, നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് മെജോറിറ്റി കാരിയസ് എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും. അപ്പോൾ ഹോൾസ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്ത് എന്തായിരിക്കും, എവിടെ ആയിരിക്കും, ബാലൻസ് ബാൻഡിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ബാലൻസ് ബാൻഡിലായിരിക്കും നമ്മളുടെ എന്തായിരിക്കും, ഈ ബാലൻസ് ബാൻഡിലായിരിക്കും നമ്മളുടെ ഫെർമി ലെവല് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇതായിരിക്കും കൂടുതലായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ദ ഫെർമി ലെവൽ ദാറ്റ് ലൈസ് ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡും, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും, ദ ഫെർമി ലെവൽ ദാറ്റ് ലൈസ് ക്ലോസ് ടു വാലൻസ് ബാൻഡും. സോ അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ കറക്റ്റ് ആയിട്ട് വരിക. ദാറ്റ് മീൻസ് ഫെർമി ലെവൽ ലൈസ് ക്ലോസ് ടു ബാലൻസ് ബാൻഡ് ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരിക്കും റോങ് ആൻസർ. ഓപ്ഷൻ സി റോങ് ആണ്. അത് പ്രകാരം ചോദിച്ചിരിക്കുന്ന ചോദ്യപ്രകാരം വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. സോ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ വാട്ട് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ എഫക്ട് ഈസ് യൂസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സെൻസിങ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ ഹോൾ എഫക്ട് അല്ലെങ്കിൽ ഹോൾ പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക, ഹോൾ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ എവിടെ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സെൻസിങ് എക്യുപ്മെന്റ്. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഹോൾ എഫക്ട് അല്ലെ, ഹോൾ എഫക്ട് അല്ലെങ്കിൽ ഹോൾ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സെൻസിങ് എക്യുപ്മെന്റ്. അതാണ്. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് സെൻസിങ് എക്യുപ്മെന്റ് ആരായിരിക്കും വരിക, അമീറ്റർ ഉണ്ട്, ഗാൽവനോമീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, ഗോസ് മീറ്റർ. അപ്പൊ എന്തായിരിക്കും, ഗോസ് മീറ്റർ ആയിരിക്കും നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ഈ ഹാൾ എഫക്ട് തന്നെയാണ് ഫ്ലക്സ് മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്ററിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിനോമിന ഏതെന്ന് വെച്ചാൽ അതും ഹാൾ എഫക്ട് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഓപ്ഷൻ 30 നോക്കിയാൽ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാൾ കോഎഫിഷ്യന്റ് ഈസ് 0. ഹാൾ കോഎഫിഷ്യന്റ് ഈസ് 0 ഫോർ ഏതായിരിക്കും, ഹാൾ കോഎഫിഷ്യന്റ് ഈസ് 0 ഫോർ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും വരിക. അതായത് 30B ആയിരിക്കും. കാര്യം എന്തായിരിക്കും വരിക, നമുക്കറിയാം ഇൻസുലേറ്റേഴ്സിനകത്ത് കണ്ടക്ടിവിറ്റി, ഇൻസുലേറ്റർ എന്താ സംഭവിക്കുക, ഇൻ ഇൻസുലേറ്റർ ദർ ഇസ് നോ കണ്ടക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് കാര്യം there is no free electrons as well as no conductivity and there is no mobility of electrons. അതുകൊണ്ട് എന്തായിരിക്കും, no mobility of electrons, therefore ഇതായിരിക്കും നമുക്ക് പറയാൻ പറ്റും ഹാൾ കോഎഫിഷ്യന്റ് ഈസ് 0 ഫോർ എൻ ഇൻസുലേറ്റർ. സോ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഹാൾ കോഎഫിഷ്യന്റ് ഈസ് 0 ഫോർ ഇൻസുലേറ്റർ. അപ്പം നമ്മൾ ഹാൾ കോഎഫിഷ്യന്റ് ഓഫ് ജർമേനിയത്തിന്റെ ഹാൾ കോഎഫിഷ്യന്റ് എന്ന് ഓർത്ത് വെച്ചോളൂ. ഇതും UPSC എക്സാം ചോദിച്ചിട്ടുണ്ട്. ഹാൾ കോഎഫിഷ്യന്റ് ഓഫ് ജർമേനിയം ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക, 1.55 പ്ലസ് ഓർ മൈനസ് 0.15 into 10 raised to minus 2 into 10 raised to minus, that is 1.55 plus or minus 0.15 into 10 raised to minus 2. So ഈ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ക്വസ്റ്റ്യൻ 31 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ഹാവ് which is the magnetic susceptibility of an ideal superconductor. അപ്പോൾ ഒരു ഐഡിയൽ സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വാല്യൂ എന്തായിരിക്കും വരിക, ഇറ്റ് -1. വാല്യൂ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് an ഐഡിയൽ സൂപ്പർ കണ്ടക്ടർ ഈസ് -1 എന്ന് ഓർത്ത് വയ്ക്കുക. 32nd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹോൾസ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ. തന്നിരിക്കുന്നതിനകത്ത് ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്. സോ റൂം ടെമ്പറേച്ചർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ ഈസ് അറ്റ് ദ പ്യുവർ ഫോം, അതിനാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ, ദിസ് റൂം ടെമ്പറേച്ചർ ആണ്. ഇതിനകത്ത് ഓപ്ഷൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ പറയാം. കാര്യം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് റെഫർ ചെയ്ത ശേഷം നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ ഞാനൊന്ന് ലീവ് ചെയ്യണം. 33rd ക്വസ്റ്റ്യൻ നോക്കിയേ. Elements can reach a stable atomic state
elements can reach a stable atomic state by നമുക്കറിയാം അല്ലേ എങ്ങനെ ആയിരിക്കും ഒന്നുകിൽ ലോസിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എന്തായിരിക്കും വരിക ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും വരിക സോ ഓപ്ഷൻ 33 സി ആയിരിക്കും ആൻസർ വരിക the value of a radiative and non-radiative lifetime of minority carriers in the semiconductors are 50 nanoseconds and 100 nanoseconds. What is the effective lifetime? അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. The values of radioactive, non-radioactive lifetime majority carriers. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സിന്റെ ലൈഫ് ടൈം തന്നിട്ടുണ്ട്. രണ്ട് മെജോറിറ്റി കാരിയേഴ്സിന്റെ ലൈഫ് ടൈം തന്നിട്ടുണ്ട്. അതായിരിക്കും 50 നാനോ സെക്കൻഡ്സും 100 നാനോ സെക്കൻഡ്സും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ലൈഫ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈഫ് ടൈം 1/τ അല്ലെ 1/τ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/τ1 പ്ലസ് 1/τ2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/τ1 എത്ര ആയിരിക്കും വരിക 1/50 നാനോ സെക്കൻഡ്സ് അല്ലെ 1/50 പ്ലസ് 1/100 therefore that is equal to എത്ര വരും 100 plus 50 divided by 5000 that is 1/τ effective lifetime effective that is equal to equation ഇതാണ് therefore τ effective is equal to 5000 divided by 150 that is equal to 33.33 nanoseconds so option C ആയിരിക്കും ആൻസർ വരിക സോ അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ലൈഫ് ടൈം തന്നിട്ടുണ്ട് 50 നാനോ സെക്കൻഡ്സും 100 നാനോ സെക്കൻഡ്സ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ലൈഫ് ടൈം എന്തായിരിക്കും 1/τ effective is equal to 1/τ1 plus 1/τ2 അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പുറത്ത് വയ്ക്കാം സോ ഈ ഒരു ബേസിൽ നമുക്ക് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ what is the series resistance required to extend the 0 to 100 volt range of a 2000 ohm voltmeter to 100,000 volt അല്ലേ അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇവിടെ എന്താ സംഭവം ഇവിടെ എന്ന് പറഞ്ഞാൽ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ് അല്ലെ റേഞ്ച് എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറയുന്ന കാര്യം നമുക്കറിയാം എങ്ങനെ ആയിരിക്കും ഒരു PMMC ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ PMMC ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് RM ആണ് ഈ RM വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് നമുക്കുള്ള ഈ V എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു ഹൈ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം that means we have to connect a high resistance RSC in series with the meter അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കുക the range of the resistance the range of the voltmeter can be increased by connecting a high value resistance in series with the meter അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും the range of an ammeter can be increased by connecting a low value shunt in parallel with the meter നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ വോൾട്ട്മീറ്റർ റേഞ്ച് 0 to 100 വോൾട്ട് ആണ് അല്ലെ 100 വോൾട്ട് റേഞ്ച് ആണ് അങ്ങനെയാണെങ്കിൽ 1000 വോൾട്ട് റേഞ്ചിലേക്ക് ഇത് മാറ്റണമെങ്കിൽ എത്രമാത്രം സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് വെക്കണം അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും RSC is equal to RM into M-1 എന്നാണ് വേറെ M is equal to എന്തായിരിക്കും M is equal to V divided by VM ആണ് therefore RM നമുക്ക് തന്നിട്ടുണ്ട് എത്ര 20,000 അല്ലെ 20,000 into M എത്ര V divided by VM V എത്ര ആയിരിക്കും നമുക്ക് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് എത്ര 1000 വോൾട്ട് അല്ലെ 1000 divided by മീറ്ററിന്റെ വോൾട്ടേജ് എത്ര ആയിരിക്കും 100 that is equal to 10 M minus 10 minus 1 that is equal to എത്ര വരും that is 20,000 into 9 that is equal to 180,000 വരും that is equal to 18 mega ohm ആയിരിക്കും ആൻസർ വരും സോ 57C ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു അമീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാം അമീറ്റർ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും വരിക നമ്മൾ ഒരു PMMC ഇൻസ്ട്രുമെന്റ് ആണ് ഈ PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ അമീറ്റർ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും വരിക ഒരു ലോ വാല്യൂ ഷണ്ട് ഇൻ കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് ദ മീറ്റർ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ് RS എന്ന് പറയുന്നത് ഇത് മീറ്റർ റെസിസ്റ്റൻസ് RM ആണെങ്കിൽ RSH is equal to RM divided by M-1 therefore your M is equal to multiplication by that is equal to I by IMR so your equations ഒക്കെ ഓർത്ത് വയ്ക്കാം next question okay the voltage coil of a single phase house service energy meter it is highly inductive THB option B ആയിരിക്കും correct answer വരിക okay 59th question very important ആണ് 59th question ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനകത്ത് നമുക്ക് Maxwell's inductance capacitance bridge is used for the measurement of Maxwell's inductance capacitance bridge is used for the measurement of Q coils അല്ലെ ഇവിടെ Q coils പറയാറ് എന്താണ് Q coil എന്ന് പറഞ്ഞാൽ Q factor അഥവാ Q factor എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ക്വാളിറ്റി ഫാക്ടർ ആണ് അല്ലെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആൾറെഡി
നമ്മളത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ കപ്പാസിറ്റി സോറി ദ ക്വാളിറ്റി ഓഫ് ആൻ ഇൻഡക്ടർ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ക്യൂ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റും അല്ലെ, ക്വാളിറ്റി ഫാക്ടർ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ക്യൂ കോയിൽസ് ആണ്. ക്യൂ കോയിൽസ് പറയുമ്പോഴത്തേക്ക് എന്താ, ദ മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഇൻഡക്ടൻസ് ഓഫ് ലോ ക്യൂ കോയിൽസ്, മീഡിയം ക്യൂ കോയിൽസ്, ഹൈ ക്യൂ കോയിൽസ്. അപ്പം എന്താണ് ലോ ക്യൂ കോയിൽസ് പറയുന്നത്? ദാറ്റ് മീൻസ് ലോ ക്യൂ കോയിൽസ് റേഞ്ച് എന്തായിരിക്കും വരിക? ലോ ക്യൂ കോയിൽസ് ഹാവിംഗ് ദ വാല്യൂ റേഞ്ചസ് ഫ്രം എന്തായിരിക്കും വരിക? ക്വാളിറ്റി ക്യൂ ലെസ് ദാൻ 1 നമ്മൾ ലോ ക്യൂ കോയിൽസ് പറയുന്നത്. 1 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ 10 നമ്മൾ മീഡിയം ക്യൂ കോയിൽ എന്ന് പറയുന്നത്. മീഡിയം ക്യൂ കോയിൽ എന്ന് പറയുന്നത്. ഹൈ ക്യൂ കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ക്യൂ ഗ്രേറ്റർ ദാൻ 10 നമ്മൾ ഹൈ ക്യൂ കോയിൽ നമ്മൾ പറയുന്നത്. സോ ക്യൂ ഗ്രേറ്റർ ദാൻ 10 നമ്മൾ ഹൈ ക്യൂ കോയിൽ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം നമുക്ക് മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. അപ്പം നമുക്ക് മീഡിയം ക്യൂ കോയിലിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും വരിക? മാക്സ്വെൽ ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതായിരിക്കും മീഡിയം ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവൻസ് ബ്രിഡ്ജ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓവൻസ് ബ്രിഡ്ജ് ആയിരിക്കും നമ്മൾ ലോ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഹൈ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയ്സ് ബ്രിഡ്ജ് ആയിരിക്കും നമ്മൾ ഹൈ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെയ്സ് ബ്രിഡ്ജ്. അപ്പൊ നമുക്ക് ഈ ബ്രിഡ്ജസിനെ പറ്റി പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡി സി ബ്രിഡ്ജ് ഉണ്ട്, എ സി ബ്രിഡ്ജ് ഉണ്ട് അല്ലെ. അപ്പം ഡി സി ബ്രിഡ്ജസ് ആരൊക്കെ ആയിരിക്കും വരിക? ഡി സി ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പം എന്തായിരിക്കും ആ ഡി സി ബ്രിഡ്ജസ് ആരൊക്കെയാണ് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ആരൊക്കെ ആയിരിക്കും. ഒന്നാമത്തത് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഉണ്ട് അല്ലെ, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ രണ്ടാമത്തതായിരിക്കും ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് ഉണ്ട്, ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ മൂന്നാമത്തത് വേറെ ആയിരിക്കും കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഉണ്ട്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്. പിന്നെ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ഇറ്റ് ഈസ് ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, ലോസ് ഓഫ് ചാർജ് മെത്തേഡ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഏതായിരിക്കും വരിക? മെഗർ. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും, മീഡിയം റെസിസ്റ്റൻസ് ആയിരിക്കും. ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് ആൾസോ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ആണ്, മീഡിയം റെസിസ്റ്റൻസ് ആണ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് വെരി ലോ റെസിസ്റ്റൻസ് ആണ്, വെരി ലോ റെസിസ്റ്റൻസ് ആണ്. ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ആണ്. മെഗർ ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അഥവാ ഹൈ റെസിസ്റ്റൻസ് പറയാൻ പറ്റും നമുക്ക് അല്ലെ. ഇതായിരിക്കും ഡി സി ബ്രിഡ്ജസ് പറയുന്നത്. എ സി ബ്രിഡ്ജസ് ആരൊക്കെയായിരിക്കും വരിക? പ്രധാനപ്പെട്ട എ സി ബ്രിഡ്ജസ് ഈ ഡി സി ബ്രിഡ്ജസ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പം വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മീഡിയം റെസിസ്റ്റൻസ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്തായിരിക്കും വരിക? വെരി ലോ റെസിസ്റ്റൻസ്, ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഹൈ റെസിസ്റ്റൻസ്. ഈ മൂന്നും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എ സി ബ്രിഡ്ജസിനെ പറ്റി പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും വരിക? എ സി ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. ഏതായിരിക്കും? മാക്സ്വെൽസ് ബ്രിഡ്ജ് ഉണ്ട്, മാക്സ്വെൽസ് ബ്രിഡ്ജ് അല്ലെ. പിന്നെ എന്തായിരിക്കും വരിക? മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ഇൻഡക്ടൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്. പിന്നെ എന്തായിരിക്കും വരിക? ഷെറിംഗ് ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ്. പിന്നെന്താ? ഡീഷാൻഡി ബ്രിഡ്ജ്, ഡീഷാൻഡി ബ്രിഡ്ജ്. പിന്നെ എന്തായിരിക്കും വരിക? വീൻസ് ബ്രിഡ്ജ്. അപ്പൊ അങ്ങനെ കുറെ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പൊ നമുക്ക് വീൻസ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് മ്യൂച്വൽ ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരി ഫോസ്റ്റർ ആൻഡ് അഡ്വീലർ ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ബ്രിഡ്ജസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ക്യൂ കോയിൽസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്തായിരിക്കും? ലോ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായിരിക്കും. കാര്യം ക്യൂ കോയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടറിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ഇൻഡക്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ക്യൂ ഫാക്ടർ. അപ്പം ഈ ബ്രിഡ്ജസ് ഈ ക്യൂ ഫാക്ടർ മെഷർ ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? നമ്മൾ ബ്രിഡ്ജസ് വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുക. പക്ഷെ അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം ആ ടൈം കൺസ്യൂമിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇതായിരിക്കും ഇത് ക്യൂ ഫാക്ടർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ക്യൂ മീറ്ററിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈവൻ ദോ അത് ഇതായിരിക്കും ലെസ് ആക്യുറേറ്റ് ആണ്. അപ്പൊ ഈ ക്യൂ മീറ്റർ അടുത്ത ചോദ്യം വരാം. ക്യൂ മീറ്റർ വർക്ക്സ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? ഏതായിരിക്കും വരിക? റെസൊണൻസിലായിരിക്കും, റെസൊണൻസ് കണ്ടീഷനിലായിരിക്കും നമ്മൾ ക്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഈ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്രിഡ്ജ്. ഇപ്പൊ ലോ ക്യൂ കോയിൽസ് ആകുമ്പോഴത്തേക്ക് ഓവൻസ് ബ്രിഡ്ജ് ആണ്, മീഡിയം ക്യൂ കോയിൽ ആകുമ്പോൾ മാക്സ്വെൽസ് എൽ സി ബ്രിഡ്ജ് ആണ്, ഹൈ ക്യൂ കോയിൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഹെയ്സ് ബ്രിഡ്ജ് ആണ്. അപ്പം ഈ ക്യൂ കോയിൽസ് എല്ലാം ഇതെല്ലാം ഇൻഡക്ടൻസ് ബ്രിഡ്ജസ് ആണ് അല്ലെ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ബ്രിഡ്ജസ് ഏത് മെഷർമെന്റ് ഉപയോഗിക്കുന്നത് ചോദിക്കാം. അപ്പം ഷെറിംഗ് ബ്രിഡ്ജ്, ഇപ്പൊ നമ്മൾ ഒരു കപ്പാസിറ്റി ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ആ കപ്പാസിറ്റൻസിന്റെ
കപ്പാസിറ്ററിന്റെ ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന ബ്രിഡ്ജ് ആയിരിക്കും ഇതാണ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം കപ്പാസിറ്റൻസിന് എന്തായിരിക്കും അവിടെ മെഷർ ചെയ്യുന്നത്? കപ്പാസിറ്റൻസിന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ ആയിരിക്കും ഇത് ചെയ്യുന്നത് അവിടെ മെഷർ ചെയ്യുന്നത്. അപ്പം കപ്പാസിറ്റൻസ് ഡിസിപ്പേഷൻ ഫാക്ടർ ആയിരിക്കും തീരുമാനിക്കുന്നത് കപ്പാസിറ്റർ ക്വാളിറ്റി എന്നാണുള്ളത്. അപ്പൊ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് ആയിരിക്കും എന്താണ് ഷെറിൻ ബ്രിഡ്ജും എന്തായിരിക്കും ഡി ബ്രിഡ്ജ്. ദാറ്റ് മീൻസ് അപ്പോൾ ഓർത്താൽ മതി കപ്പാസിറ്ററിന്റെ ഡിസിപ്പേഷൻ ഫാക്ടർ. അപ്പം DS ഡിസിപ്പേഷൻ ഫാക്ടർ ഓർത്ത് വയ്ക്കുക, അതാകുമ്പോൾ മറന്നു പോകത്തില്ല. ഡിസിപ്പേഷൻ ഫാക്ടർ കപ്പാസിറ്റൻസ് ഡിസിപ്പേഷൻ ഫാക്ടർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും എന്തായിരിക്കും കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്. അതായിരിക്കും ബ്രിഡ്ജ്, ഡിസിപ്പേഷൻ DS ബ്രിഡ്ജ്, പിന്നെ അതായിരിക്കും ഷെറിൻ ബ്രിഡ്ജ്. ഇതായിരിക്കും നമ്മളുടെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബീൻസ് ബ്രിഡ്ജ് എന്തായിരിക്കും വരിക? ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഫ്രീക്വൻസി ഒമേഗ അല്ലേ, ആ ഒമേഗ ഈ W ആയിട്ട് ബീൻസ് ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിംഗ് W ലെറ്റർ ആയിട്ട് കോറിലേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് എന്തായിരിക്കും വരിക? ബീൻസ് ബ്രിഡ്ജ് ആണ്. പിന്നെ ബാക്കിയുള്ള ബ്രിഡ്ജസ് എല്ലാം എന്തായിരിക്കും ഇൻഡക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് ആണ്. അതിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഏതായിരിക്കും അത് ഏത് ക്യൂ കോയിൽസ് അല്ലെ, ഹൈ കോയിൽ ആണോ ലോ കോയിൽ ആണോ, എന്തായിരിക്കും മീഡിയം കോയിൽ ആണോ എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഹൈ കോയിൽ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഹൈ കോയിൽ ആണെങ്കിൽ ഹേസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. ലോ കോയിൽ ആണെങ്കിൽ എന്തായിരിക്കും ഓവൻസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം ക്യൂ കോയിൽ ആണെങ്കിൽ എന്തായിരിക്കും മാക്സ്വെൽ സെൽസി ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനായിരിക്കും അവിടുത്തെ ക്യൂ കോയിൽ മെഷർ ചെയ്യാൻ. സോ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ 59th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 60th ക്വസ്റ്റ്യൻ നോക്കിയേ. A sinusoidal voltage of 1 volt RMS value at 10 Hz supplied across the two terminals of a PMMC type voltmeter. What is the deflection of the pointer? നമുക്കറിയാം PMMC instrument എന്തായിരിക്കും മെഷർ ചെയ്ത? PMMC instrument is measured only DC value അല്ലെ, DC മെഷർമെന്റ് മാത്രമേ PMMC ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ആവറേജ് ഈ മെഷറിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ആ ആവറേജ് മെഷറിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പ്യൂർലി AC കൊടുക്കുകയാണെങ്കിൽ അത് 0 വോൾട്ട് കാണിക്കും. പക്ഷെ ഇവിടെ നോക്കിയേ, ഇപ്പോൾ 50 Hz സപ്ലൈ AC വോൾട്ട് ആണെങ്കിൽ നമുക്ക് 0 വോൾട്ട് എഴുതാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 10 Hz ആണ്. 10 Hz മീൻസ് ഇറ്റ് ഈസ് എന്തായിരിക്കും ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 10 Hz കൂടെ കഴിഞ്ഞാൽ ഫ്രീക്വൻസി 0 ആവും. ദെൻ അറ്റ് ദാറ്റ് ടൈം ഈ മീറ്റർ ചെയ്തിട്ട് 0 ഡിഫറൻഷ്യൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 10 Hz ആയപ്പോഴത്തേക്ക് 50 Hz നിന്ന് ഫ്രീക്വൻസി കുറഞ്ഞ് 10ലേക്ക് വന്നിട്ടുണ്ട്. 10ലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും പോയിന്റിന് ചെറിയൊരു അനക്കം സംഭവിക്കുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും 61D ആയിരിക്കും ആൻസർ വരിക. ദ പോയിന്റർ ഓസിലേറ്റ്സ് അറൌണ്ട് 0 വോൾട്ട്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 50 Hz ആണെങ്കിൽ സൈനുസോയിഡൽ വോൾട്ടേജ് ഓഫ് 1 വോൾട്ട് RMS വാല്യൂ 50 Hz ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും 0 വോൾട്ട് ആയിരിക്കും വരിക. കാര്യം എന്തായിരിക്കും പ്യൂർലി AC ആണ്. പ്യൂർലി AC ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റും PMMC അത് ആ സമയത്ത് എന്ത് ചെയ്യില്ല, AC ഡിറ്റക്ട് ചെയ്യില്ല. കാര്യം ഉണ്ടാവുന്ന ടോർക്ക് എന്തായിരിക്കും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 61D എന്ന് പറയുന്നത് എന്തായിരിക്കും 61D നമ്മൾ എടുക്കാനുള്ള കാര്യം പോയിന്റർ ഓസിലേറ്റ്സ് അബൌട്ട് 0 വോൾട്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ദ ഫ്രീക്വൻസി 10 Hz. 10 Hz മീൻസ് എന്തുണ്ട്, ഇറ്റ് ഈസ് നിയർ ടു 0. അപ്പൊ അതുകൊണ്ട് ഒരു പോയിന്ററിന് ചെറിയൊരു മൂവ്മെന്റ് സംഭവിക്കാം. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ആൻസർ. ഓർത്ത് വയ്ക്കാം. Which one of the following statement is correct in respect to is not correct അല്ലെ? Which one of the following is not correct in respect to synchronous machines? സിംഗ്രണസ് മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് ട്രൂ അല്ലാത്തത് അല്ലെ, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോഴത്തെ PSC എക്സാമിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കാം. പിന്നെ സാലിയന്റ് പോൾ മെഷീൻ ദ ഡയറക്ടർ ആക്സിസ് റിയാക്ടൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്വാഡ്രേച്ചർ ആക്സിസ് റിയാക്ടൻസ്. അതാണല്ലോ നമുക്കറിയാം. എന്തായിരിക്കും സാലിയന്റ് പോൾ മെഷീൻസ് ആകുമ്പോഴത്തേക്ക് XD ഗ്രേറ്റർ ദാൻ XQ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തത് ഡാംബർ ബാർസ് ഇസ് ഡാംബർ ബാർസ് ഹെൽപ്സ് ദ മോട്ടോർ ടു സെൽഫ് സ്റ്റാർട്ട് ആൻഡ് ആൾസോ എന്തായിരിക്കും ഹണ്ടിങ് അല്ലെ. ഡാംബർ ബാർസ് ഇറ്റ് എലിമിനേറ്റ്സ് ഹണ്ടിങ് അല്ലെ, എലിമിനേറ്റ്സ് ഹണ്ടിങ് ആൻഡ് എന്തായിരിക്കും ആൻഡ് സ്റ്റാർട്ടിങ്. അപ്പം അതും രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഈസ് ദ ഫീൽഡ് കറണ്ട് is the ratio of the field current required to produce the rated voltage on open circuit to the rated armature current. ഇത് തെറ്റാണല്ലോ. Therefore ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ട് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്താ? ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഓഫ് എ alternator is the ratio of the field current required to produce rated voltage on open circuit to the field current required to produce short circuit current on field current required to produce എന്തായിരിക്കും വരിക ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് അല്ലെ. അതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് അത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ SCR is defined as the field current required to produce
rated voltage on open circuit divided by the field current required to produce rated current on short circuit condition. അല്ലെ? അപ്പോൾ ഇതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ രണ്ട് ഫീൽഡ് കറന്റ് ഡിവൈഡ് ബൈ ഫീൽഡ് കറന്റ് ആണ്. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് ഫീൽഡ് കറന്റ് ഇൻ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് റേഷ്യോ ഓഫ് ഫീൽഡ് കറന്റ് ഇൻ ഷോർട്ട് സർക്യൂട്ട്. ദാറ്റ് മീൻസ് definition ഒന്നുകൂടെ പറയാം. The field current required to produce rated voltage on open circuit to the field current required to produce ഇതായിരിക്കും rated current on short circuit condition. അതിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുക. തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ സി നോക്കിയേ, ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ is the ratio of field current required to produce rated voltage on open circuit to the rated armature current. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തായിരിക്കും വരിക, to the field current required to produce rated current on short circuit. So ഓപ്ഷൻ സി ആയിരിക്കും the statement is not true. അല്ലെ? അടുത്തതായിരിക്കും വി കർവ്. വി കർവ് എങ്ങനെ വരയ്ക്കുക? വി കർവ് വരയ്ക്കുന്നത് ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള കർവിനായിരിക്കും നമ്മൾ എന്ന് പറയുന്നത് അറ്റ് ഡിഫറെന്റ് പവർ ഫാക്ടർ, ഡിഫറെന്റ് ലോഡ്സ് അല്ലെ, ഡിഫറെന്റ് പവർ ഫാക്ടർ ലോഡ്സ് നമുക്ക് പറയാൻ പറ്റും. therefore നമുക്ക് വി കർവ് ഇറ്റ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ആർമേച്ചർ കറണ്ട് ആൻഡ് ഫീൽഡ് കറണ്ട്. സോ ഓപ്ഷൻ ഡിയും ആൻസർ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് സിൻക്രണസ് മെഷീൻസ് ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും നോട്ട് ട്രൂ ആയിട്ട് കാണപ്പെടുന്നത് അല്ലെ. In which of the following is reluctance power is developed? Reluctance power എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പവർ ജനറേറ്റഡ് ഇൻ ആൾട്ടർനേറ്റർ P is equal to equation എന്താ, P is equal to EV divided by XT into sin delta അല്ലെ, പ്ലസ് V square by 2 into XD minus XQ divided by XD XQ into sin 2 delta. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പവർ ഡെവലപ്ഡ് ബൈ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. The first power അല്ലെ, ഫസ്റ്റ് ടേം is the power developed due to saliency ആയിരിക്കും. സെക്കൻഡ് വൺ ഈസ് പവർ ഡെവലപ്ഡ് ഡ്യൂ ടു റിലക്റ്റൻസ് പവർ ആയിരിക്കും അല്ലെ, ഡ്യൂ ടു റിലക്റ്റൻസ് അല്ലെങ്കിൽ സെക്കൻഡ് വൺ നമ്മൾ എന്താ പറയാൻ പറ്റും, റിലക്റ്റൻസ് പവർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം സാലിയന്റ് പോൾ മെഷീൻസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, പ്രൊജക്റ്റഡ് പോൾസ് ആയിരിക്കും. അതിനെന്തില്ല, അതിന് വരുന്ന അതിനുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് എന്താ, എക്സ് ഡി അല്ലെ, എക്സ് ഡി ഇസ് നോട്ട് ഈക്വൽ ടു എക്സ് ക്യൂ ആണ് അല്ലെ, എക്സ് ഡി ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എക്സ് ക്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, സാലിയന്റ് പവർ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും വരിക, ഉള്ള എക്സിസ്റ്റ് ആവുന്ന എവിടെ ആയിരിക്കും, സോറി റിലക്റ്റൻസ് പവർ എക്സിസ്റ്റ് ആവുന്ന എവിടെ ആയിരിക്കും, സാലിയന്റ് പോൾ ആൾട്ടർനേറ്ററിലായിരിക്കും റിലക്റ്റൻസ് പവർ എക്സിസ്റ്റ് ആവുന്നത്. സിലിണ്ടറിക്കൽ പോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഫോർ സിലിണ്ടറിക്കൽ പോൾ ആകുമ്പോഴത്തേക്ക് എന്താ, സിലിണ്ടറിക്കൽ പോൾ ആകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന അല്ലെ, ഇത് സ്റ്റേറ്റർ ആണ്, ഇത് റോട്ടർ ആകുമ്പോഴത്തേക്ക് എന്താ, ഇത് സ്റ്റേറ്റർ റോട്ടറും കൂടെ ടോട്ടൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന എയർ ഗ്യാപ്പ് എന്തായിരിക്കും, എയർ ഗ്യാപ്പ് ഈസ് യൂണിഫോം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, എക്സ് സിലിണ്ടറിക്കൽ പോൾ എക്സ് ടി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ ആയിരിക്കും. ദെർഫോർ എന്തായിരിക്കും, ദെർഫോർ റിലക്റ്റൻസ് പവർ സെക്കൻഡ് ടേം എന്താ, റിലക്റ്റൻസ് പവർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും സിലിണ്ടറിക്കൽ പോൾ ആണെങ്കിൽ. അപ്പം സാലിയന്റ് പോൾ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എക്സ് ക്യൂ, ദെർഫോർ എന്തായിരിക്കും റിലക്റ്റൻസ് പവർ എക്സിസ്റ്റ് ഇൻ എ സാലിയന്റ് പോൾ ആൾട്ടർനേറ്റർ. സോ 36 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. When the applied voltage per phase is reduced to half the starting torque of a 3-phase squirrel cage induction motor, എന്തായിരിക്കും വരിക, നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ടോർക്ക് ഇൻഡിക്കേഷൻ എന്താ, ടോർക്ക് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഈക്വൽ ടു K into S into E2 square R2 divided by R2 square plus S square X2 square ആണ് അല്ലെ, ദാറ്റ് ഈസ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു E2 square ആണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ when the applied voltage per phase is reduced to half, applied voltage reduce ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും, that is 1/2 E2 the whole square. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, the starting torque becomes that is equal torque is proportional to E2 square divided by 4, that is torque becomes the 1/4 of the initial value ആയിരിക്കും ആൻസർ വരിക. അതുകൊണ്ട് തന്നെ വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു E2 square ആണ് അല്ലെ. ഇഫ് ദ വോൾട്ടേജ് is increased by 10%, voltage to an voltage, the supply voltage is increased to 10%, what is the change in torque, എന്താ സംഭവിക്കുക, therefore torque is proportional to E2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, വോൾട്ടേജ് 10% ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ, therefore 1.1 E2 ആവും അല്ലെ, 1.1 E2 the whole square, therefore torque is proportional to 1.21 into E2 square. Therefore if the voltage is increased by 10%, the torque becomes എന്തായിരിക്കും വരിക, torque is increased by 21% ആയിരിക്കും ആൻസർ വരിക. സോ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടോർക്ക് പ്രൊപ്പോർഷണൽ ടു E2 square ആണ്. അപ്പം ടോർക്ക് 10, വോൾട്ടേജ് 10%, വോൾട്ടേജ് 10%, ഇവിടെ 10% ആണ്, പെർസെന്റേജ് വൈസ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് 1.1 ആവും അല്ലെ, 10% ആവും 1.1. therefore torque is proportional to 1.1 into E2 square. 1.1 എന്ന് പറയുമ്പോഴത്തേക്ക് 1.21 വരും അല്ലെ, സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ എത്ര ആയിരിക്കും വരിക, therefore torque is increased by 21% നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ഈ ഒരു സെയിം മോഡൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, if the voltage is reduced by, for example, if the voltage is reduced by 10%, അല്ലെ, if the voltage is reduced by 10%, what is the reduction in the torque അല്ലെ, നമുക്ക് പറയാൻ പറ്റും. നോക്കി നമുക്കറിയാം torque is proportional to E2 square ആണ്. If torque is proportional to E2 square, if the voltage is reduced by 10%, അപ്പോൾ എന്തായിരിക്കും വരിക, therefore torque is proportional to 10% കുറയുമ്പോഴത്തേക്ക് എത്ര,
0.9 into T2, the whole square. Therefore, this T1 ആണ്, this T2 ആണ്. Therefore, T2 by T1 is equal to 0.9 into E2 the whole square divided by E2 square. That is equal to T2 by T, E2 cancel the form. Therefore, T2 by T1 is equal to 0.9 square 0.81. Therefore, T2 is equal to 0.81 times T1. That means the torque is 0.81 times T1. Therefore, percentage reduction torque is equal to 19%. That is 100 minus 81%. That is equal to 19%. Here questions induction motor torque water ബന്ധപ്പെട്ടു. So ഈ points ഒക്കെ നമ്മൾ ഓർത്ത് വെക്കാം. Here 43rd question. A single phase induction motor is running at n rpm. Its synchronous speed is ns. If its slip with respect to forward field is s, and what is the slip with respect to backward field is 2 minus s. Standard result ആയിട്ട് ഓർത്ത് വെക്കാം. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് forward slip s ആണെങ്കിൽ backward slip എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Backward slip is 2 minus s എന്ന് ഓർത്ത് വെക്കാം. Which one of the following has the highest numerical value in a stepper motor? Stepper motor numerical value highest torque ആയിരിക്കും വരിക. It is holding torque ആയിരിക്കും ആൻസർ വരിക. ഇത് കഴിഞ്ഞ വട്ടത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഇതായിരിക്കും വരിക, ഹോൾഡിംഗ് ടോർക്ക് ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നമുക്ക് അതിന്റെ ടോർക്ക് സ്പീഡ് ക്യാര നമ്മൾ നോക്കി എങ്ങനെ ആയിരിക്കും വരിക? സ്റ്റെപ്പർ മോട്ടറിന്റെ ഇത് ടോർക്ക്, ഇത് സ്പീഡ് ക്യാര നമ്മൾ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും. ഇത് ഈസ് ഹോൾഡിംഗ് ടോർക്ക് ആണ്, ഇറ്റ് ഈസ് പുൾ ഔട്ട് ടോർക്ക് ആണ്, അല്ലെ? ഇറ്റ് ഈസ് പുള്ളിംഗ് ടോർക്ക് ആയിരിക്കും. ഇറ്റ് ഈസ് പുള്ളിംഗ് ടോർക്ക്. അപ്പം ഹൈ വാല്യൂ വരുന്നത് ആരായിരിക്കും വരിക? ഹോൾഡിംഗ് ടോർക്ക് ആയിരിക്കും ഹൈ വാല്യൂ വരുന്നത്. അപ്പം ഹോൾഡിംഗ് ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ടോർക്ക് ദാറ്റ് ദ മോട്ടർ വിൽ പ്രൊഡ്യൂസ് when the motor is at rest. അതിനാണ് റെസ്റ്റ് ആൻഡ് റേറ്റഡ് കറന്റ് ഈസ് അപ്ലൈഡ്, അല്ലെ? അപ്പം ഹോൾഡിംഗ് ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഹോൾഡിംഗ് ടോർക്ക് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്? when the motor is at rest. Motor at rest and rated current is applied. നമ്മൾ സ്റ്റെപ്പർ മോട്ടറിന്റെ സിലബസിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഓർത്ത് വെക്കുക. അടുത്തായിരിക്കും ഒരു ഡിറ്റൻ ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡിറ്റൻ ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എമൗണ്ട് ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോട്ടർ വെൻ ബൈൻഡിങ്സ് ആർ നോട്ട് എനർജൈസ്ഡ്. ഡിറ്റൻ ടോർക്ക്, the torque produced when windings are not energized. When winding are not energized. ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ടോർക്കുകളിൽ സ്റ്റെപ്പർ മോട്ടറിന്റെ ടോർക്കുകളിൽ ഏറ്റവും ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ വരുന്ന ആരായിരിക്കും വരിക? ഹോൾഡിംഗ് ടോർക്ക് ആയിരിക്കും ഹയസ്റ്റ് വാല്യൂസ് വരുന്നത് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 44th ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും വരിക? നമുക്കറിയാം SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളം. ഓർത്ത് വയ്ക്കാം. ഈസ് ന്യൂട്ടൺ പെർ കൂളം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് F is equal to Q into E നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? F is equal to ചാർജ് into E, അല്ലെ? QE. Therefore E is equal to എന്തായിരിക്കും? E is equal to F by Q. അങ്ങനെയാണ് നമുക്ക് Fന്റെ F is equal to ന്യൂട്ടൺ ആൻഡ് ചാർജ് ആയിരിക്കും വരിക കൂളം. അപ്പം SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളം ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. F is equal to QE എന്നുള്ള ഇക്വേഷൻ കൊടുത്ത് വെച്ചിട്ട് അതിനകത്ത് E നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും വരിക? F by Q എന്ന് കിട്ടും. F is equal to Fന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ന്യൂട്ടൺ ആയിരിക്കും. ചാർജ് Q എന്തായിരിക്കും വരിക? Q എന്ന് പറയുമ്പോഴത്തേക്ക് കൂളം ആയിരിക്കും വരിക. അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക.